NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിലിന്റെ അംഗീകാരം. തുടർ ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി. ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആശയത്തോട് വ്യക്തിപരമായി യോജിപ്പെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചു. SNDP പ്രതിനിധിക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും ആദ്യമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നീങ്ങാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. SNDP NSS ഐക്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ അനൈക്യമൊന്നും ഇല്ലായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. SNDP NSS കൊമ്പുകോർക്കൽ ഇനിയുണ്ടാകില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ G. സുകുമാരൻ നായരെ വാനോളം പുകഴ്ത്തി. G. സുകുമാരൻ നായർ ഈഴവ സമുദായത്തിന് ആത്മബലം നൽകി. കാർ വിവാദമുണ്ടായപ്പോൾ ആശ്വസിപ്പിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തനിക്ക് പ്രശ്നം മുസ്ലിം ലീഗിനോട് മാത്രമാണെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മറ്റ് മുസ്ലിം സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം SNDP NSS നേതൃത്വങ്ങൾ ഇന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിമർശിച്ചു. VD സതീശൻ പുകഞ്ഞക്കൊള്ളിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. VD സതീശനെ കോൺഗ്രസുകാർ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നായിരുന്നു G. സുകുമാരൻ നായരുടെ പരാമർശം. വിവരങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാഴിയും R. ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം അശ്വിനിലേക്കാണ്. അശ്വിൻ, ഒടുവിൽ ആ ഐക്യം സംബന്ധിച്ച് ഔദ്യോഗിക സ്വഭാവത്തിലൊരു പ്രഖ്യാപനം വരുന്നു. SNDPയുടെ യോഗം ചേർന്ന കാര്യത്തിൽ തീരുമാനം വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്നു. തൊട്ടുപിന്നാലെ അതിനെ സ്വാഗതം ചെയ്യുന്നു NSS. എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, മുൻകാലങ്ങളിലും ഇതേ ഐക്യവും ഐക്യ ചർച്ചകളുമൊക്കെ നടന്നതാണ്. 1976, പിന്നീട് 2005, ഏറ്റവും ഒടുവിൽ 2012. ഇതിനൊക്കെ ശേഷം ഉടക്കി പിരിയുന്ന സാമുദായിക നേതൃത്വങ്ങളെയാണ് കേരളം കണ്ടത്. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം 2026 വീണ്ടും അതേ ഐക്യത്തിലേക്ക് NSSും SNDPയും നടന്നെടുക്കുമ്പോൾ ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ചർച്ചയാണ്. എന്തായാലും തല്ലിപ്പിരിയുന്ന അല്ലെങ്കിൽ പരസ്പരം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഉറപ്പ്. അതിനും അപ്പുറത്തേക്ക് ഈ ഐക്യ ചർച്ചകൾ നടത്താൻ വേണ്ടി SNDPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഏറ്റവും അടുത്ത ദിവസം തന്നെ പെരുന്നയിലേക്ക് അയക്കും എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതിനിധിക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും വ്യക്തമാക്കി. എന്തായാലും രാഷ്ട്രീയ നിലപാടുകൾ ഈ സമുദായങ്ങൾക്ക് നിലവിലില്ല, സമുദായ ഐക്യത്തിന് പിന്നിൽ നിലവിലില്ല എന്ന ഇരു നേതാക്കളും പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അടുത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ രാഷ്ട്രീയ നിലപാടുകളില്ല എങ്കിൽ പോലും വേണ്ടി വന്നാൽ രാഷ്ട്രീയം പറയും എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അത് വരാനിരിക്കുന്ന ചർച്ചകളിൽ അതൊക്കെ പ്രകടമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ SNDPയുടെ കൗൺസിൽ ഈ ഐക്യത്തിന് പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുന്നു. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ തീരുമാനമെന്നതിനപ്പുറത്തേക്ക് SNDP യോഗത്തിൻ്റെ തന്നെ തീരുമാനമായി അത് ഔദ്യോഗികം മാറിയിരിക്കുകയാണ്. അതേസമയം NSSൻ്റെ തീരുമാനം അത് വ്യക്തിപരമായി ഇതിനോട് യോജിക്കുന്നുവെന്ന് G. സുകുമാരൻ നായർ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗിക സ്വഭാവവും ഒരു പൂർണ്ണ സ്വഭാവവും കൈവരണമെങ്കിൽ NSSൻ്റെ പ്രതിനിധി സഭ കൂടി അത് അംഗീകരിക്കേണ്ടതുണ്ട്. അത് ഉടനെ ചേരും എന്നുള്ളതാണ് പെരുന്നയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഒരു പൂർണ്ണ തോതിലുള്ള ഐക്യത്തിലേക്ക് NSSും SNDPയും പോവുക. എന്തായാലും ആ ഐക്യത്തിനൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വരികയാണെങ്കിൽ VD സതീശനെ ഇന്നും നിശ്ചിതമായി വിമർശിക്കുന്ന സാമുദായിക ഇരു നേതാക്കളും നിശ്ചിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. പുകഞ്ഞ കൊള്ളിയാണ്, അതിനെ ഞങ്ങൾ പണ്ടേ പുറത്തു കളഞ്ഞു എന്നാണ് VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതേ കാര്യം തന്നെ VD സതീശനെ ഉയർത്തിക്കൊണ്ട് നടക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രസ്താവന. എന്തായാലും ഐക്യത്തിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ നിലപാടുകൾ രൂപീകരിക്കുന്നതിലേക്ക് കൂടി ഈ ഐക്യവും തുടർന്നുള്ള ബന്ധങ്ങളും പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഈ ചർച്ച പൂർത്തിയായിരിക്കുന്നു. ഔദ്യോഗിക സ്വഭാവം നിലവിൽ വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശപ്രകാരം തുഷാർ വെള്ളാപ്പള്ളി SNDP പ്രതിനിധിയായി പെരുന്നയിലെത്തി ഐക്യത്തിന്റെ അവസാനഘട്ട ചർച്ചകൾ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.